അവിടുത്തെയുടെ സ്ഥാനം എത്ര ഉയർന്നതാണ്. യാ റസൂലല്ലാഹ്, അപ്പൊ എന്റെ കണ്ണ് ഹബീബിനെ കാണാൻ പറ്റുന്ന കണ്ണാകണം. അതുകൊണ്ട് ചെറുപ്പക്കാരാ, സന്ധ്യാസമയങ്ങൾ വൃത്തികേട് കാണാനുള്ളതല്ല. നിന്റെ കയ്യിലുള്ള മൊബൈലിലെ ഫോൾഡർ ഒന്ന്, ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോ അന്യ പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടോ? നീ പുറത്തിറങ്ങുമ്പോ അത് ഡിലീറ്റ് ചെയ്തു കളയണം. എനിക്കു കാണേണ്ടത് താൽക്കാലിക സൗന്ദര്യമായ ഒരു പെണ്ണിന്റെ കാമനത്വമല്ല. എനിക്ക് കാണേണ്ടത് അനന്ത സൗന്ദര്യത്തിന്റെ പ്രസാദമായ മുസ്തഫായുടെ മുഖമാണ്. അവിടേക്ക് എന്റെയും നിന്റെയും ചിന്ത വരണം. നിന്റെ ഫോണിൽ കിടക്കുന്നുണ്ടോ ഏതോ ഒരു പെൺകുട്ടിയുടെ മധുരസ്വരങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ നീ പുറത്തേക്ക് ഇറങ്ങുമ്പോ അതങ്ങ് ഒഴിവാക്കിയേക്കണം. എനിക്കു കേൾക്കേണ്ടത് മദനി രാജാവിന്റെ മധുമൊഴികളാണ്, മുസ്തഫാവിന്റെ നിധിനാദങ്ങളാണ്. എനിക്കു കേൾക്കേണ്ടത് ഹബീബ് റസൂലുള്ളാഹ്. അല്ലാമത്തു സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, രാത്രി അങ്ങ് കിടന്നുറങ്ങുമ്പോ വരുന്നു സാഹിബു തർഫിൽ കഹീൽ والخد الأصيل والزمزم والسلسبيل قاهر المضادين مبين الكافرين رحمة للعالمين راحة للعاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والمساكين محمد رسول الله صلى الله عليه وسلم. തങ്ങൾ വന്നിട്ട് വിളിക്കുന്നു, യാ ശൈഖൽ ഹദീസ്. ലആലി മുഹബ്ബത്തുർ റസൂൽ എന്ന ഗ്രന്ഥത്തിൽ കാണാം, സവാനിഹെ ഇമാം സുയൂത്തിയിൽ കാണാം. സുയൂത്തി ഇമാം തങ്ങൾ കേൾക്കുന്ന മൊഴി ഏതാണ്? ലോകത്തെ മുഴുവനും മാറ്റിമുറിച്ച ശാന്തസ്വരത്തിന്റെ അനിഷേധ്യ അധ്യക്ഷരായ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നു, യാ ശൈഖൽ ഹദീസ്. മോനെ, നീ വൃത്തികെട്ട മുഴുവൻ സിനിമയുടെയും മറ്റു കമന്ററികളും കമന്റ്സുകളും കേട്ടുകൊണ്ട് നിന്റെ കാത് നിഷിദ്ധമാക്കിയാൽ ഹബീബിന്റെ സ്വരം കേൾക്കുമോ? മുത്തഅല്ലിമുകളെ, കോമഡികൾ ഹലാലാണെന്ന് വിചാരിച്ചു പോകണ്ട. കേവലം വിറ്റാണെന്ന് ചിന്തിച്ചു പോകണ്ട. സമയവും മൊബൈലുമൊക്കെ അതിനെ വിനിയോഗിക്കണ്ട. നമ്മുടെ എല്ലാം സബ്സെ അഅ്ലാ വ ഔലാ ഹമാരാ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വരമാണ് രാത്രി കേൾക്കേണ്ടത്. ഹബീബിന്റെ മുഖമാണ് രാത്രി കാണേണ്ടത്. ഹബീബിന്റെ തർബിയത്താണ് ലഭിക്കേണ്ടത്. ഇവിടെ ആരോടും എത്രയെങ്കിലും കാലം ജീവിക്കാമെന്ന എഗ്രിമെന്റ് ഇല്ല. ഇപ്പോഴങ്ങ് മരിച്ചാലും എന്റെ ഹബീബിലേക്കുള്ള വിസ്വാലാണ് ലഭിക്കേണ്ടത്. ഈ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ഹബീബിനെ പ്രണയിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഉമ്മ പെങ്ങന്മാരെ, മനസ്സിൽ ഒരുപാട് ആളുകളെ താലോലിക്കുന്ന യുവതികളെ, എല്ലാം ഒന്ന് മാറ്റിയിട്ട് പൊന്നു പെങ്ങളെ
മദീനയിലെ പച്ചക്കുപ്പയുടെ കീഴെ കിടന്നിട്ട് ലോകത്തിന് മുഴുവനും സമാധാനത്തിന്റെ വഴി കാണിക്കുന്ന ഹബീബിനെ ഒന്ന് സ്നേഹിക്കുമോളെ. കാരണം ദേവാലിയാനെ ജോ തവാഫെ ഗുംബദെ ഖസ്റാ करे मत है खुद वजद में आती हवाओं को सलाम. പരിഭ്രമിച്ചവരെ, വഴി കാണാത്തവരെ, വഴി അറിയാത്തവരെ, ഗുംബദെ ഖസ്റാ മൗജൂദ് ഹേ മദീന മുനവ്വറ में, മദീന മുനവ്വറയിലുള്ള പച്ച ഖുബ്ബ, ആ ഹരിത ഖുബ്ബയുടെ കീഴിൽ വിശ്രമിക്കുന്ന ലോകത്തിന്റെ നേതാവിന്റെ വിശുദ്ധ മുറ്റത്തേക്കൊന്നു ചൊല്ലുമോനെ.